ഹായ്, എന്താ പാട്? സുഖല്ലേ? ഞാനേ മെഹനാസിന്റെ ഒരു വീഡിയോ ഒരു 10-18 ദിവസം മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ അതിനെതിരെ എനിക്ക് ഒരു വീഡിയോ യൂട്യൂബിൽ ഇട്ടിരുന്നു. അതിനുശേഷം പിന്നെ ആ വീഡിയോ എനിക്ക് കുറേ ആളുകൾ ഷെയർ ചെയ്തൊന്നും ഞാൻ കാണാൻ പോയില്ല. അതിനുശേഷം അവന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു സ്റ്റോറി കണ്ടു. എന്തറിയോ, ഷെരീഫിന്റെ ഫുൾ വീഡിയോ 6 മണിക്ക് ഞാൻ റിലീസാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ്റെ ഒരു സ്റ്റോറി കണ്ടു. അപ്പം അതിന് ഞാൻ എനിക്ക് റിപ്ലൈ കൊടുത്തു, കട്ട വെയിറ്റിംഗ് ആണെന്ന്. അപ്പോൾ ഓൻ എന്ത് ചെയ്തു, കുറച്ച് റിപ്ലൈ എനിക്ക് ഇങ്ങോട്ട് തന്നു. അത് കാര്യമായിട്ട് തെറിയാണ്. കാരണം നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ ഓലിക്ക് ഉള്ളിലൊരു പേടി തോന്നും. അപ്പോൾ ഓല് തെറി പറയും. അങ്ങനെയാണ് ഇന്റെ കാര്യത്തിലൊക്കെ ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ശരിയാക്കി തരാം എനിക്ക് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് റിപ്ലൈ കൊടുത്തു. അതിനുശേഷം വേറെ റിപ്ലൈ എനിക്ക് തന്നു. പക്ഷെ ഞാനത് ഓപ്പൺ ചെയ്തിരുന്നില്ല. അപ്പൊ അതിൽ ലാസ്റ്റ് ഞാൻ ഓൻ്റെ കേട്ടത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഒരു സംഗതിന്റെ കജ്ജ് കിട്ടിയിട്ടുണ്ട്, ഞാനത് പുറത്ത് വിട്ടാ മോനെ ഇജ്ജ് തീർന്നു, ഇജ്ജ് ഇത്തരക്കാരനാണെന്നൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന്. അത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ വിഷയം ഞാൻ അവിടെ നിർത്തിയിട്ടൊന്നുമില്ല. ഇവന്റെ വിചാരം ചിലപ്പോൾ ഞാനത് കണ്ടതുകൊണ്ട് നിർത്തിയതാണ് എന്നായിരിക്കും. ഇനിയിപ്പോൾ അങ്ങനെ വിചാരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ചെയ്തും കൊണ്ട് തന്നെ ഇരിക്കും. ഞാൻ ഇതിപ്പോൾ ഈ വീഡിയോ വന്നത് എന്തറിയോ, ഈ റിഫ ആയിട്ടില്ല, റിഫയുടെ മരണത്തെ കുറിച്ചിട്ട് പല ആളുകളും പലതരം ചർച്ചകൾ നമ്മളെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ ഞാനും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈയിടെ ആയിട്ട് സഫയായിട്ടുള്ള വിഷയത്തിൽ പിന്നെ ഇവർ തമ്മിലുള്ള ഈ സോഷ്യൽ മീഡിയ ഇഷ്യൂവിനെ കുറിച്ചിട്ടൊക്കെ ഞാനും സംസാരിച്ചിട്ടുള്ള ആൾ തന്നെ. അപ്പൊ സഫിയും കുറെ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. എന്ത്, ഈ നിങ്ങൾ കാണുന്നതല്ല ഈ മെഹനാസിന് വേറൊരു രൂപം, വേറൊരു കോലം, വേറൊരു സ്വഭാവം ഒക്കെ ഉണ്ട്. അതൊന്നും ആർക്കും അറിയില്ല. അവന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് പോലും പിടികിട്ടൂല. അവന്റെ കൂടെ കഴിഞ്ഞ ഒരാളെന്നുള്ള നിലക്കാണ് എനിക്ക് അത്രയും ബോധ്യമുണ്ട്. അവൻ അത്രയും എന്താ പറയുക, ക്രിമിനൽ മൈൻഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് സഫയൊക്കെ അവളുടെ അക്കൗണ്ടിൽ വരെ പറഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ ചെയ്ത വീഡിയോ എനിക്ക് ശരിക്കും എന്തായാലും പൊള്ളിയിക്കണം. അപ്പോൾ എന്നെ ഒന്ന് വീസണിപ്പെടുത്താൻ നോക്കി. അപ്പൊ ഞാൻ ആ വീസണിക്ക് വഴങ്ങിയിട്ടില്ല എന്നൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ചെയ്യണത്. പക്ഷെ ഞാൻ ഇപ്പൊ ചെയ്യാനുള്ള മെയിൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതാ ഈ വ്യക്തിനെ അറിയോ, ബാദുഷ. വെളുത്തിട്ട് മാങ്ങിക്കോ തേച്ചോ വെളുത്തിട്ട് വാറിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്ന ഒരാളല്ലേ. ഇവന്റെ ഒരു കാര്യം ഞാൻ റിഫയുടെ മരണത്തെ കുറിച്ചിട്ട് പലയിടത്തും ചോദിച്ചറിഞ്ഞപ്പോഴും ചർച്ച ചെയ്തപ്പോഴും കയറി വന്നു. അപ്പൊ അതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്, ഈ റിഫയുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു 2022 കാലഘട്ടങ്ങളിൽ ഈ ബാദുഷ എന്ന് പറയുന്നവന്റെ അക്കൗണ്ടിലേക്ക് മെസ്സേജ് തന്നിക്കണു. അതിന് തിരിച്ച് ഈ ബാദുഷി മെസ്സേജിന് റിപ്ലൈ കൊടുത്തിക്കണു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ബാദുഷ ഈ റിഫനായിട്ട് നല്ല ക്ലോസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ, മോശം ബാഡ് ഒന്നുമല്ല, നല്ല ചാറ്റിങ് തന്നെ, ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ചാറ്റിങ് തന്നെയാണ്. അങ്ങനെ ഒരിക്കൽ ഈ ബാദുഷനോട് റിഫ പറഞ്ഞു മെസ്സേജ് വഴി, ഒന്ന് മീറ്റ് ചെയ്യണം, നമുക്ക് കാണണ്ടേ എന്ന്. നമ്മളൊരു നാട്ടുകാരാണ്, എന്നിട്ടും ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവര് കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട് ഈ ബാദുഷയും ബാദുഷാന്റെ ഉമ്മയും പിന്നെ ബാദുഷാന്റെ പെങ്ങളോ ഒരാൾ കൂടെ ഉണ്ട്. അങ്ങനെ അവരൊരു ഫാമിലിയും ഈ മെഹനാസും ഈ റിഫയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഫാമിലി ആയിട്ട് അവിടെ ബീച്ചിൽ വെച്ചിട്ട് കണ്ടുമുട്ടി സംസാരിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഇവരൊന്നും കൂടി അങ്ങോട്ട് പരസ്പരം എല്ലാവരും അറിഞ്ഞല്ലോ, ഒന്നുകൂടി ക്ലോസ് ആയ സമയത്ത് ഈ റിഫയുടെ അക്കൗണ്ടിൽ നിന്ന് വീണ്ടും ഈ ബാദുഷാക്ക് മെസ്സേജ് തന്നു. എന്ത്, ഞങ്ങളിങ്ങനെ മൂന്നാർ ടൂറ് പോകുന്നുണ്ട്, ഈ പോരണോ, നമുക്കിങ്ങനെ എൻജോയ് ചെയ്തിട്ട് പോരാന്ന്. അപ്പോൾ ഇവന് ആയിക്കോട്ടെ, ഒരു നാട്ടുകാരല്ലേ, എന്നാ പോകുമ്പോൾ വിളിയായിരുന്നു. അങ്ങനെ വില ഒരുമിച്ച് ടൂറ് പോയി. അങ്ങനെ മൂന്നാറിലെത്തിയപ്പോൾ ഈ ഉണക്കമാന്തൾ മാരില്ലേ ഈ മെഹനാസില്ലേ, ഓൻ വേറെ ഒരു ടൈപ്പ് ഓഫ് ആളുണ്ടായി മാറി. അതെന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത്രയും കാലം റിഫയുടെ അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് വിട്ടിരുന്നത് റിഫ അല്ല. പക്ഷെ റിഫക്ക് അറിവുണ്ടായിരുന്നു ഇതിനെ കുറിച്ചിട്ട്. മരിച്ച ഒരാളെ കുറിച്ചിട്ട് നമ്മൾ വെറുതെ എന്തെങ്കിലും പറയാൻ പറ്റൂല. എങ്കിലും എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി. എന്ത്, റിഫ അറിവോട് കൂടെയാണ് ഈ മെഹനാസ് ചെയ്യുന്നത്. പക്ഷെ റിഫക്ക് അതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. മെഹനാസിന്റെ സ്വഭാവം വെച്ചിട്ട് റിഫക്ക് നിന്ന് കൊടുക്കല്ലാതെ വേറെ വഴിയില്ലാത്ത ഒരു ലൈഫിലൂടെ ആയിരുന്നു റിഫയും പോയിരുന്നത്. അങ്ങനെ എന്ത് ചെയ്തു, ഇവരൊക്കെ പാടെ മൂന്നാർ പോയ സമയത്ത് ഈ മെഹനാസിന്റെ കൂടെ വേറെ 2 ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ പേര് എനിക്കറിയും, പക്ഷെ ഞാൻ ഇതിൽ പറയുന്നില്ല. ഇവരൊക്കെ പാടെ കൂടിയിട്ട് ഈ ബാദുഷനെ നന്നായി അടിച്ചു എന്ന് മാത്രമല്ല, അവന്റെ കയ്യിലുള്ള ഫോണൊക്കെ മേടിച്ചിട്ട് പിന്നെ അതിലെ ഡാറ്റാസ് ഫുള്ള് ബാക്കപ്പ് ചെയ്തു. പോരാത്തതിന് ഇവന്റെ വസ്ത്രം പോലും ഇല്ലാത്ത കുറെ വീഡിയോസും ഫോട്ടോസും അവര് അന്ന് ഉപദ്രവിച്ചിട്ട് ഇവനെ കൊണ്ട് എടുപ്പിച്ചു. ഇവന് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് പൈസ വേണം എന്നുള്ളതും ഈ ബാദുഷാനോട് ഇവർ പറഞ്ഞേക്കണു. അതല്ലെങ്കിൽ മൊത്തം നാറ്റിക്കും, എല്ലാം പുറത്തു വരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിക്കണു. ഈ ഫോൺ പോലും കൊടുത്തിട്ടില്ല. ഈ ഫോണിലത്തെ എല്ലാം ഇവന്റെ പേഴ്സണലി ഇവന്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതടക്കം ഇവര് കോപ്പി ചെയ്തിട്ട് ഇവരെ ലാപ്ടോപ്പിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഫോൺ കൂടി തിരിച്ചു കിട്ടാതെ പിന്നെ ഈ ബാദുഷ അവിടുന്ന് പോരുകയാണ്. ഇവര് വിചാരിച്ചു, മെഹനാസും ടീം എന്ത് വിചാരിച്ചു, എന്തായാലും ഓൻ പോയില്ലേ, ഇതാരത്തും പറയുന്നില്ല, പറഞ്ഞാൽ ഓനിക്ക് തന്നെ പണി. കാരണം മാത്രമല്ല, ഇവരെ പേഴ്സണലി മറ്റുള്ളവരെ കാണിക്കാൻ പറ്റാത്ത കുറച്ച്
ഫോട്ടോസും വീഡിയോസും ഒക്കെ പിന്നെ കയ്യിൽ പെടുകയും ചെയ്തില്ലേ. ആ ഒരു ധൈര്യമായിരുന്നു ഈ മെഹനാസിനും ടീമിനും. എങ്ങനെ ഇത് വലിയൊരു ഇഷ്യൂ ആവൂല, കാരണം ഇത്തരം സംഗതികൾ ഞങ്ങളെ കയ്യിലുണ്ട് എന്നുള്ള ഒരു ധൈര്യം. പക്ഷെ ഈ ബാദിഷ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നേരെ നാട്ടിൽ വന്ന് കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ ഇതേക്കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തു. ആ കംപ്ലൈന്റിന്റെ ഒരു പതിപ്പാണിത്. ഈ ബാദിഷ കൊടുത്തത് ഈ മെഹനാസിനെതിരെ കൊടുത്ത ഒരു കംപ്ലൈന്റിന്റെ തെളിവാണിത്. അന്ന് അത് കുറച്ച് ചർച്ചയും വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയി. പക്ഷേ സംഭവം ആ ചെക്കൻ തന്നെ നാറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഇത്തിരി ഒരു കൂട്ടായ്മയായിരുന്നു. ഇവനെ വളഞ്ഞിട്ട് ആക്രമിച്ച് പിന്നെ നേടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാ. പിന്നെ മെഹനാസിന്റെ കയ്യിൽ നിന്നും പോയി. അതുപോലെ തന്നെ ഇവൻ കേസ് കൊടുത്തു. മെഹനാസിനെ പലപ്പോഴും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടും ഹാജരായില്ല. അവസാനം പോലീസുകാർ പറയേണ്ട രൂപത്തിൽ പറഞ്ഞപ്പോൾ നേരെ അവിടെ വന്ന് ഹാജരായി. അങ്ങനെ അവിടുന്ന് എന്ത് ചെയ്തു, ഈ ഫോണൊക്കെ തിരിച്ചു കൊടുത്തു. പക്ഷെ ഫോൺ മൊത്തം കുത്തിപ്പൊട്ടിച്ച് അതിന്റെ ചാർജിങ് പോർട്ടിൽ വരെ സൂപ്പർ ഗ്ലൂ ഇട്ട് നിറച്ചിട്ട് ഒന്നിനും പറ്റാത്ത രൂപത്തിലാക്കി മൊത്തം ഡാറ്റ പോലും എടുക്കുകയും ചെയ്തു. ഇവരുടെ കയ്യിൽ ഡാറ്റ ഉള്ളതാണ് ഇവരുടെ ആകെയുള്ള ധൈര്യം. പക്ഷെ ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താ അറിയോ, ഇവൻ മാത്രമൊന്നുമല്ല, ഈ ബാദിഷ മാത്രമൊന്നുമല്ല ഇവരെ കെണിയിൽ വീണിട്ടുള്ളത്. ഇതിലുപരി വേറൊരു കാര്യം അറിഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിഫക്ക് ഈ കാര്യത്തിൽ വല്ലാത്ത കുറ്റബോധം ഉണ്ടായിരുന്നു. ഈ റിഫയുടെ മരണമായിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഈ ഒരു വിഷയം. ഇതിൽ പലതരം കഥകളും നമ്മൾ ഈ ഇതിൽ കണ്ടതാണ്. പക്ഷെ എനിക്ക് എന്താ തോന്നി, ഈ കേട്ട കഥ വളരെ സത്യമാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ധൈര്യമായിട്ട് ഇത് പറയാനുള്ള കാരണം. അങ്ങനെ ഈ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നെ ഈ ബാദിഷ ദുബായിലേക്ക് പോയി. ദുബായിൽ വെച്ചിട്ട് പിന്നെ ഈ റിഫ മരിച്ച അന്ന് പിന്നെ തിരിച്ചു വരുന്നത് ആരെ, ഈ ബാദിഷ. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ എന്ത് ചെയ്തു, ഈ മെഹനാസു ടീമും അതെടുത്തിട്ട് ഈ മരിച്ച അന്ന് തന്നെയാണ് ഈ ബാദിഷ വന്നത്, എന്താണ് അതിലെന്തോ ദുരൂഹതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓനെ കുറച്ച് ആക്രമിച്ചിരിക്കണു. അതും ഞാൻ അന്വേഷിച്ചപ്പോൾ എങ്ങനെ അറിഞ്ഞറിയോ, അതായത് ഒരു തവണ ഇവരെ കെണിയിൽ വീണതാണ് ഈ ബാദിഷ. അന്ന് അവന്റെ വീട്ടുകാരൊക്കെ മാനസികമായിട്ട് വല്ലാത്ത തളർച്ചയിൽ സംഭവിച്ചു. കാരണം ഫേക്കാണോ അതോ ജനൂനാണോ എന്നുള്ളത് പോലും അറിയാതെ വീട്ടുകാര് അപ്പോഴത്തിന് ഒരുപാട് ടെൻഷൻ അടിച്ചു. ആ ഒരു കാരണത്താൽ ഈ പ്രശ്നം നടന്നിട്ട് 4-5 ദിവസത്തിന്റെ ഇടയിൽ തന്നെ ഈ ബാദുഷായുടെ വാപ്പ അറ്റാക്കായി മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഈ ഒരു വിഷയം റിഫ മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഈ ബാദുഷായുടെ വീട്ടുകാരെന്ത് ചെയ്തു അറിയോ, ഇവനെ വിളിച്ചു. ബാദുഷാനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇങ്ങോട്ട് നാട്ടിൽ പോവാ, അർജന്റായിട്ട് വാവ് എന്ന് പറഞ്ഞു. കാരണം അവരുടെ ഉള്ളിൽ ഇവനിക്ക് ആദ്യം വീണ ലോക്ക് തന്നെ നല്ലൊരു ലോക്ക, നല്ല അത്യാവശ്യം എന്താ പറയുക, സമൂഹത്തിന്റെ മുമ്പിലായാലും ഫാമിലിന്റെ മുമ്പിലായാലും ഒക്കെ നാണം കെടുത്തേണ്ട ഒരു രീതിയിലേക്കാണ് ഈ കേസ് പോയത്, ആദ്യത്തെ കേസ്. അതിലും എനിക്കൊരു തെറ്റുമില്ല എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഓൻ ധൈര്യമായിട്ട് കാസർഗോഡ് സ്റ്റേഷനിൽ പോയിട്ട് ഈ ബാദുഷ ഈ മെഹനാസിനെതിരെ കേസും കൊടുത്തത്. അങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് തന്നെ ബാദുഷയുടെ ഫാമിലിക്ക് അവൻ ഇങ്ങനെ ഈ പെണ്ണ് മരിച്ച സമയത്ത് അവിടെ നിൽക്കുന്നത് അത്ര ഒരു പന്തിയല്ല തോന്നി വിളിച്ചു വരുത്തി. ഇവ അന്ന് ടിക്കറ്റ് എടുത്തു, നാട്ടിലേക്ക് എത്തി. പിന്നെയാണ് ഈ റിഫയുടെ മയ്യത്തിന്റെ കൂടെ ഈ മെഹനാസ് അടക്കം പോകുന്നത്. അന്ന് മെഹനാസിനെ കുറിച്ചിട്ട് പലതും പറഞ്ഞിരുന്നു. പക്ഷെ അതിനൊക്കെ എസ്കേപ്പ് ആകാനുള്ളൊരു മണ്ടഭാഗ്യം ഈ മെഹനാസിനുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ട് ഈ റിഫയുടെ ഖബറിന്റെ മണ്ണിന്റെ മണം പോലും പോകുന്നതിന് മുമ്പ് ഇവൻ സഫേനെ കെട്ടി. ഇത്രയും താങ്ങാൻ കഴിയാതെയാണ് ഈ റിഫയുടെ വീട്ടുകാർ ഈ വാർത്ത അറിഞ്ഞിട്ട് അത്രയും തളർന്നിരിക്കുകയാണ്. ആ സമയത്ത് സഫനെ കെട്ടിയിട്ട് ഇപ്പം വീണ്ടും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഇവന്റെ കോണ്ടന്റുമായിട്ട് ഡാൻസും പാട്ടും തുടങ്ങി. അത് കണ്ടപ്പോൾ തന്നെ അന്ന് സോഷ്യൽ മീഡിയ ഭൂരിഭാഗവും ഇവനിക്കെതിരെ സംസാരിച്ചിട്ടുമുണ്ട്. പക്ഷെ അതൊന്നും വിഷയാക്കിയില്ല. ഓ സഫനെ കെട്ടി അടിപൊളിയായിട്ട് ഓൻ ജീവിച്ചു. കുറച്ച് കഴിഞ്ഞ ഒരു കുട്ടിയായി കഴിഞ്ഞപ്പോൾ ഈ സഫയായിട്ടുള്ള പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. സഫ റിഫയുടെ മാതിരി പിന്നെ എന്താ പറയാ, അത് മറച്ചു വെച്ചില്ല, മരണത്തിന് കീഴടങ്ങിയില്ല എന്നാണ് ഈ സഫയുടെ വാദപ്പഴത്ത്. കാരണം സഫനെ പല വീഡിയോയിലും പറയുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത, നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു മെഹനാസ് ഉണ്ട്, അവനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ആരും സപ്പോർട്ട് ചെയ്യൂല എന്ന്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സഫയുടെ കുറെ വീഡിയോ ഇറങ്ങി, അങ്ങനെയായി ഇങ്ങനെയായി പറഞ്ഞിട്ട് സത്യത്തിൽ ഈ പ്രശ്നം ഞാൻ പറയാൻ തന്നെ ഇവരൊക്കെ തന്നെയാണ് ഇവരെ കുടുംബ പ്രശ്നം ഈ സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടത്. അതുകൊണ്ടാണ് നമുക്ക് അതിനെ കുറിച്ചിട്ട് സംസാരിക്കേണ്ടത്. പിന്നെ ഇതൊക്കെ ഇവിടെ നിലനിൽക്കെ ഓൻ ബാക്കിയുള്ളവരെ വെല്ലുവിളിക്കാനും നിന്നാ പിന്നെ ഇതിമെന്ന് വേറിടുമോ. അപ്പൊ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെഹനാസിന്റെ ഈ ഒരു ബുദ്ധി കാരണം ഒന്ന് ആ ചെക്കന്റെ ഫാമിലി മൊത്തം നാറി. എങ്ങനെ ഈ ഒരു വിഷയമായിട്ട് ഒപ്പൊന്ന് എല്ലാവർക്കും ഇപ്പൊ കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി തുടങ്ങി, എന്ത് ഇവൻ തെറ്റുകാരനല്ല എന്നുള്ളത്. എന്നാലും അവനെ ഒതുങ്ങിക്കൂടി ജീവിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞത്. ഞാൻ അവനായിട്ട് നേരിട്ട് പരിചയമല്ല ഈ ബാദുഷാനായിട്ട്. പക്ഷെ എനിക്ക് മെഹനാസ് വിട്ട മെസ്സേജ് ഉണ്ടല്ലോ, ആ മെസ്സേജ് മാത്രം മതി മെഹനാസ് എത്ര കാരനാന്നുള്ളത് അറിയാൻ. എന്തായാലും 2 പെൺകുട്ടികളെയും ഒരു ചെറുക്കൻ്റെ ജീവിതം ഒരു മൂലക്കൊക്കെ ആക്കിയിട്ട് ഓൻ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ അറിഞ്ഞിരുന്നില്ലല്ലോ ഇങ്ങനൊരു പ്രണയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര പാട്ടാ. വല്ലാത്തൊരു തൊലിക്കെട്ടി തന്നെ മനയാണ് കേട്ടോ. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പിന്നെ ജിന്റെ എന്തൊക്കെയാ പുറത്തു വിടുന്ന പറഞ്ഞോ, അതിന് ഇന്റെ സമ്മതത്തിന് കാത്തിക്കൊന്നും വേണ്ട, ധൈര്യം കിട്ടോ. അതിന് പേടിച്ചിട്ട് ഷെരീഫ് വള്ളം കാച്ചിരിക്കണമൊന്നുമില്ല, അങ്ങനത്തെ ഒരു പേടിയില്ല. ഖാദർ കരിപ്പൊടി ഇല്ലേ, ഖാദർ കരിപ്പൊടി
ഇതിൽ കുറച്ച് ആഴത്തിൽ ഇറങ്ങിയതാണ് ഈ ഒരു വിഷയത്തിൽ. ഏത് റിഫയുടെ കാര്യത്തിൽ എൻ്റെ ഫാമിലിനടക്കം പിന്നെ ഇന്റർവ്യൂവിലും ഇതിലൊക്കെ കൊടുത്തതാണ്. ഇതൊക്കെ എനിക്ക് നല്ല പണിയായിരുന്നു. ഇവൻ മാക്സിമം അവനെ ഒതുക്കാൻ നോക്കിക്കണം, എന്നിട്ടൊന്നും നടന്നിട്ടില്ല. ഈ ഖാദർ കരിപ്പൊടി പിന്നെ എജന്റെ പണിയൊക്കെ ഞാൻ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഓ മുന്നോട്ട് തന്നെ പോയി. പക്ഷെ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാസർകോട്ടേക്ക് വേണ്ടിയിട്ട് ടോളിന്റെ ഒരു കാര്യത്തിൽ വേണ്ടിയിട്ട് ഖാദർ കരിപ്പൊടി നന്നായിട്ട് ഇടങ്ങാറായിരിക്കണം. ആളുകളെ കൂട്ടാനും സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം അത്രയും ചർച്ചകൾക്ക് കൊണ്ടുവരാനും അവസാനം അതിൽ വിജയിക്കും ചെയ്തു ആ സമരക്കാരും. പിന്നെ ഇവൻ മുന്നിൽ നിന്നിട്ട് തന്നെയാണ് ആ സമരം അവിടെ നടന്നതൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ കണ്ടതാണ്. എന്നിട്ടും അവന്റെ പേരിൽ ചെറിയൊരു മൈനസ് ഉണ്ടായപ്പോഴത്തേക്ക് ഈ പല ആളുകളും തന്നെ അവനെ ഈ ഖാദർ കരിപ്പൊടിനെ കുറ്റം പറയുന്നത് ഞാൻ കണ്ടു. പിന്നെ രാഷ്ട്രീയക്കാരനായിക്കോട്ടെ എന്താ പറയാ, ഒരു 4 ആള് അറിയുന്ന ഒരു രൂപത്തിലായി തുടങ്ങി എന്ന് അറിഞ്ഞാൽ ആദ്യം കൊടുക്ക പെണ്ണ് കേസാ. അത് വേറെ ഒന്നും കൊണ്ടല്ല, അതേപോലെ ഒതുക്കാം ഏറ്റവും നല്ലൊരു മരുന്ന്. പക്ഷെ പലർക്കും സത്യം അറിയണമെന്നൊന്നുമില്ല. അതായത് ഒരാള് എന്താ പറയാ ചെരിഞ്ഞു എന്ന് കണ്ട പിന്നെ അങ്ങോട്ട് ചാരിക്കോളും, ഓനാണ് മറിച്ചിടാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ അത്രയുള്ള കാര്യങ്ങളോ അത്രയുള്ള പ്രശ്നങ്ങളോ ഒക്കെ നമ്മൾ നേരിടേണ്ടി വരും. പക്ഷെ പേടിയില്ലാത്ത എന്താ അറിയോ, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്കാരുടെ മുമ്പിൽ തല കുണിക്കേണ്ടി വരില്ല, ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. ഇപ്പൊ ഞാൻ ഈ റിഫയുടെ മരണത്തിന്റെ കാര്യമായിട്ട് ഞാൻ കുറച്ച് ആളുകളോട് കുറച്ച് വിഷയങ്ങൾ തിരക്കിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ ഒരു വിഷയമാണ് എനിക്കിത്. ഞാൻ പോലും കേട്ടപ്പോൾ നെട്ടി. ഈ മാന്തളുമായിരിക്കുന്ന ചെങ്ങായിയുടെ അക്രമം എന്താണെന്നുള്ളത് വല്ലാത്തൊരു ജാതി തന്നെയല്ലേ. അപ്പൊ എങ്ങനെ മയനാസേ എന്നുവെച്ചാൽ പുറത്തു വിടേ എന്തൊക്കെയുള്ള വെച്ചെങ്കില് ഇജ് ബഗ്ഗിക്കരുതേ, എനിക്കത് തീരെ ഇഷ്ടമല്ല. ഇജ് വിചാരിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ 18 ദിവസം മുമ്പ് എനിക്കൊരു മെസ്സേജ് വിട്ടു, ഞാനതിന് പ്രത്യേകിച്ച് റിപ്ലൈ ഒന്നും തന്നില്ല. അപ്പോ ഞാൻ ഒതുങ്ങി, ഇനി എന്റെ ഭാഗത്തുനിന്നൊരു ഇതുണ്ടാവൂല എന്നുള്ളത് ഇജ് സ്വയം വിചാരിച്ചിട്ടുണ്ടാവും. എന്നാ തെറ്റി. ഇപ്പൊ ഇത് ഞാൻ അങ്ങോട്ട് വന്നതല്ലേ, അപ്പൊ എന്തായാലും അത് പുറത്ത് വിട് കേട്ടോ. പക്ഷെ ഞാൻ വരും. മയനാസിന്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് കിട്ടാണ്ട് കുറച്ച് ടൈം എടുത്തിട്ടായാലും ഞാൻ വരും. അന്ന് നിങ്ങൾക്ക് ഞാനത് ബോധ്യപ്പെടുത്തുകയും ചെയ്യും, ഷുവറാണ്.